വർക്കലയിൽ യുവാവിന്റെ അക്രമത്തിൽ പരിക്കേറ്റ യുവതി മരണപ്പെട്ടു. ഇക്കഴിഞ്ഞ 15-നാണ് വർക്കല മുണ്ടയിൽ സ്വദേശിനി ലിജിയെ ബൈക്കിലെത്തിയ യുവാവ് ആക്രമിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഇന്ന് പുലർച്ചെയോടെ മരണപ്പെടുകയായിരുന്നു. വർക്കല മുണ്ടയിൽ പഴവിള വീട്ടിൽ 19 വയസ്സുള്ള ലിജിയാണ് മരണപ്പെട്ടത്. ഇക്കഴിഞ്ഞ 15-ന് വൈകുന്നേരം 6:45-ഓടെയാണ് സംഭവം. വർക്കലയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ബൈക്കിലെത്തിയ ഒരു യുവാവ് വീടിന് സമീപം ലിജിയെ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിടിവലിയിൽ ഇരുവരും മറിഞ്ഞു വീണു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ യുവാവ് ബൈക്കെടുത്ത് സ്ഥലം വിടുകയായിരുന്നു. ബൈക്ക് വീണുകിടന്ന ലിജിയുടെ കാലിൽ കയറിയിറങ്ങിയാണ് കടന്നുപോയത്. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ലിജിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജിലെ ICUവിൽ പ്രവേശിപ്പിച്ച ലിജിയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. തീവ്രപരിചരണ വിഭാഗത്തിലെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വർക്കലയിൽ എത്തിച്ച മൃതദേഹം വിലാപയാത്രയോടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ജയൻ, ലീന ദമ്പതികളുടെ ഏക മകളായിരുന്നു ലിജി. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും വർക്കല CI ഷാജി അറിയിച്ചു. SCV ന്യൂസ്, വർക്കല. ലിജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകർ വർക്കല പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ലിജിയുടെ ഘാതകരെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വർക്കല പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. CPM നേതാവ് V സത്യദേവനാണ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തത്. സംഭവം നടന്നിട്ട് ഒരാഴ്ചയിലേറെയായിട്ടും പോലീസ് പ്രതികളെ പിടികൂടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് സമരക്കാർ ആരോപിച്ചു. സ്ത്രീകളടക്കം നിരവധി പേരാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. ഇതിനിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സംസ്കരിക്കാൻ കൊണ്ടുപോയിരുന്ന ലിജിയുടെ മൃതദേഹം പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിച്ചത് നേരിയ തോതിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. അരമണിക്കൂറിലേറെ മൃതദേഹവുമായി വന്ന ആംബുലൻസ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്നു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന വർക്കല CIയുടെ ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ച് മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉച്ചയോടെ വർക്കലയിൽ കടകൾ അടച്ച് പ്രതിഷേധിച്ചിരുന്നു. SCV ന്യൂസ്, വർക്കല.